അവയവ കച്ചവട കേസിലെ പ്രതി സാബിത് നാസർ കുറ്റം സമ്മതിച്ചതായി പോലീസ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് അവയവ കച്ചവടം നടത്തിയത്. പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിനെയും ഹൈദരാബാദ് ബംഗളൂരു നഗരങ്ങളിലെ യുവാക്കളെയും ഇറാനിലേക്ക് കടത്തി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അവസാനം അയാൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്കാണ്. അതിന് വിശദമായ ചോദ്യം ചെയ്യലിൽ സാബിത്ത് കുറ്റം സമ്മതിച്ചതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇയാളിൽ നിന്ന് നിർണായകമായ നിരവധി വിവരങ്ങൾ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളതായും അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക ലാഭത്തിനായി പ്രതി ഇരകളെ സ്വാധീനിക്കുകയും അവയവക്കടത്തിനായി ഇറാനിലേക്ക് എത്തിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ 20 പേരെയാണ് എത്തിച്ചതെന്നും അതിൽ 19 പേരും ഉത്തരേന്ത്യക്കാരും ഒരാൾ മലയാളിയാണ് എന്നെല്ലാമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ, സാമ്പത്തിക വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇരകളെ ഇത്തരത്തിൽ എത്തിച്ചത് എന്ന കാര്യവും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 6 ലക്ഷം രൂപ വരെയായിരുന്നു ഇങ്ങനെ അവയവദാനത്തിന് തയ്യാറാകുന്ന ആളുകൾക്ക് നൽകിയിരുന്നത്. എന്നാൽ അതിന്റെ പല മടങ്ങ് അധിക തുക ഈ ഏജന്റുമാർ കൈക്കലാക്കുകയും ചെയ്തു. വൻ തുക, അതായത് കോടികൾ പോലും ഈ ദാതാക്കളിൽ നിന്ന്, കോടികൾ അടക്കം വൃക്കയും മറ്റ് അവയവങ്ങളുമെല്ലാം വേണ്ട ആളുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടായിരുന്നു ഈ അവയവ മാഫിയ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല, ഈ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, പാലക്കാട് ഉള്ള ഒരാളെ ഇത്തരത്തിൽ അവയവ വിൽപ്പനയ്ക്കായി എത്തിച്ചു, അവയവം നൽകുന്നതിനായി ഇറാനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരക്കി അന്വേഷണ സംഘം പോയപ്പോൾ ഇയാൾ പാസ്പോർട്ടുമായി ഇവിടെ നിന്ന് നാട് വിട്ടു എന്നൊരു വിവരമാണ് പ്രാദേശികമായി ലഭിച്ചത് എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഹൈദരാബാദ്, ബംഗളൂരു നഗരങ്ങളിലെ യുവാക്കളെയാണ് ഇറാനിലേക്ക് അവയവ കൈമാറ്റത്തിന് എത്തിച്ചത് എന്ന കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഞാൻ ചോദ്യം ചെയ്യലിയും പറഞ്ഞ കാര്യങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ആളുകളെയാണ് കൂടുതലായി ഇതിന്റെ ഭാഗമാക്കി മാറ്റിയത്, അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് എന്ന കാര്യം പറഞ്ഞിരുന്നു. അതുതന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈദരാബാദ്, ബംഗളൂരു നഗരങ്ങളിലെ യുവാക്കളെയാണ് ഇത്തരത്തിൽ ഇറാനിലേക്ക് എത്തിച്ചത് എന്ന കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ച കമ്മീഷൻ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കണ്ണുകളെ കുറിച്ച്, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റു കണ്ണുകളെ കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. ജിജീഷ്, ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇയാൾ അവയവ കച്ചവടം നടത്തിയതെന്ന് എന്നുള്ളൊരു കുറ്റസമ്മതമാണ് നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളോ മറ്റ് ചോദ്യം ചെയ്യലോ തെളിവെടുപ്പോ ഒക്കെ ഏത് സമയത്തായിരിക്കും, എപ്പോഴായിരിക്കും അത് പുരോഗമിക്കും? അതിനെ ഇയാളെ ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസം തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. നിലവിൽ പ്രതി 14 ദിവസത്തെ റിമാൻഡിലാണുള്ളത്. ഇതിനിടയിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് തന്നെയായിരിക്കും പോവുക. കാരണം മറ്റു കണ്ണികൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ, എവിടെയെല്ലാം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ അവയവ മാഫിയ പ്രവർത്തിച്ചിരുന്നത്, എത്ര ഇരകൾ ഉണ്ടോ, കാരണം നിലവിൽ മൊഴി നൽകിയത് പ്രകാരം 20 പേരാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ അവയവ ദാനത്തിന്റെ പേരിൽ വലിയ തോതിൽ അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ചും വിശദമായി തന്നെ അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും എല്ലാം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്നാണ് കൂടുതൽ ആളുകളെ കടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആ പ്രാദേശികമായുള്ള ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് അടക്കം അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലവിൽ പാലക്കാട് സ്വദേശിയെ ആണ് കണ്ടെത്താൻ ശ്രമിച്ചത്. അവയവദാനത്തിന് തയ്യാറായി പോവുകയും ഒപ്പം തന്നെ സാബിത്തിന്റെ വലയിൽ പെടുകയും എല്ലാം ചെയ്തയാൾ. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവരിലേക്ക് കൂടി നീളുന്ന വിശദമായ ഒരു അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അവയവ കച്ചവട കേസിലെ പ്രതി സാബിത് നാസർ കുറ്റം സമ്മതിച്ചതായി പോലീസ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് അവയവ കച്ചവടം നടത്തിയത്. പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിനെയും ഹൈദരാബാദ്, ബംഗളൂരു നഗരങ്ങളിലെ യുവാക്കളെയും ഇറാനിലേക്ക് കടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന്.